ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് കടച്ചക്കയും ചക്കക്കുരും കൂടി വറുത്തരച്ച് വയ്ക്കാം. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വരാട്ടോ. ചക്കക്കുരും കടച്ചക്കയുടെ ഒക്കെ തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കടച്ചക്ക അരിഞ്ഞിടുമ്പോൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോവുകയും ചെയ്യും. പിന്നെ കറുത്ത കളറ് കയറുമില്ല. നമ്മൾ അരിയുമ്പോൾ ഒരു കറുപ്പ് കളർ വരും കടച്ചക്കയ്ക്ക്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അരിയുമ്പോൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം. ഞാനൊരു ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചക്കക്കുരു കടച്ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ സവാളയുടെ പകുതിയാണ്, അതും ഇട്ട് കൊടുക്കുകയാണ്. ലേശം കറിവേപ്പില, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ. ഇതെന്നിട്ട് നമുക്ക് അടിച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് ഇതിനകത്തിട്ട് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടികളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി വറുത്തെടുക്കാം. തേങ്ങ വറുത്തതിൻ്റെയൊക്കെ ചൂടാറുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ നിന്ന് വെന്തപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല. പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരിപ്പിട്ട് കൊടുക്കാം. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കടച്ചക്ക നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ച് കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ കറി കടച്ചക്ക വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.